എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ഷാവുൽ. നമ്മുടെ കരുണാകരന്റെ മകൾ പത്മജ ബിജെപിയിലേക്ക് പോയി. ആന്റണിയുടെ മകൻ അനിൽ ബിജെപിയിലേക്ക് പോയി. വിമർശനങ്ങളുണ്ടായി. ഞാനടക്കമുള്ളവര് നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വീഡിയോ ആയിട്ട് വന്നത് പരിഹാസ്യവും അപലപനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ചില മലയാളികളുടെ മാനസികാവസ്ഥയും വൈകൃതങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും ആശയത്തിൽ നിന്നും അതെല്ലാം പാടെ വലിച്ചെറിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാനൽ വേദികളെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ബിജെപിയുടെ നാവായി എല്ലാമായി നമ്മളൊക്കെ ഒരു പക്ഷേ സന്ദീപ് വാര്യർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഡിബേറ്റ് നമ്മൾ കാണുമ്പോൾ ചില സമയങ്ങളിൽ വലിയ പ്രയാസം തോന്നിയിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സമുദായങ്ങൾ ഒക്കെ ടെലിവിഷൻ ചാനലിലെ ചർച്ച കാണുമ്പോൾ പല സമയങ്ങളിലും ഭയപ്പാടോടുകൂടിയും പ്രയാസത്തോടുകൂടി നോക്കി കണ്ടിരുന്നു. എന്നാൽ ആ സംസാരിച്ചിരുന്ന വ്യക്തി ഇന്ന് മറ്റൊരു ദിശയിലാണ് ഉള്ളത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് മുഹബത്തിന്റെ കടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സന്ദീപ് വാര്യർ. എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ എന്തിനാണ് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പരിഹാസ്യങ്ങൾ ചുരുങ്ങുകയാണ്. ഇന്നലകളിൽ പറയപ്പെട്ട അതിനു മുമ്പ് പറയപ്പെട്ട വിഷയങ്ങളൊക്കെ കോട്ട് ചെയ്ത് അദ്ദേഹത്തെ മാനസികമായും അല്ലാതെയും ഒക്കെ നേരിടുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നി, അപലപിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ? അദ്ദേഹം വന്നിട്ടുണ്ട് എങ്കിൽ ഏത് രാഷ്ട്രീയം? അദ്ദേഹം പറഞ്ഞു, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഞാൻ, വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി അത് തുടരാനല്ല ആഗ്രഹം. മനുഷ്യനായി മതസൗഹാർദ്ദത്തോടുകൂടിയും സഹോദര്യത്തോടുകൂടിയും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു ഇടം തേടി വന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ആ ആശയം വലിച്ചെറിഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും മിണ്ടാതിരിക്കൽ അല്ലെ? അതിലൊരു ന്യായമായിട്ടുള്ള മര്യാദ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ആശയത്തിൽ വന്നു ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് എന്തും പറയാന്ന. ഇതൊക്കെ എന്തൊരു പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്? ഇതൊരു രാഷ്ട്രീയമാണോ? രാഷ്ട്രീയമല്ല, ഇതൊരുമാതിരി ചളിഞ്ഞ രാഷ്ട്രീയമാണ്. വൈകൃതങ്ങൾ നമ്മളെ ഭാഗത്തേക്ക് വന്നില്ല, അതുകൊണ്ട് എന്തും ചെയ്തു കളയാം, പറഞ്ഞു കളയാം എന്ന് പറയുന്നത് ഒരുമാതിരി കിട്ടാത്ത മുന്തിരി പുളിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണല്ലോ അതിന്റെ ശരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എത്ര ആളുകൾ, സുധീഷ് മിനി ഇടതുപക്ഷത്തേക്ക് കടന്നു വന്ന ആളാണ്. എത്ര മാന്യമായിട്ടാണ് സ്വീകരിച്ചത്. സന്ദീപ് വാര്യരും ഇടതുപക്ഷത്തിന്റെ ഭാഗമാവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് എ കെ ബാലനും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നിലപാട് മാറ്റിയിട്ട് വരികയാണെങ്കിൽ സ്വീകരിക്കുമെന്നുള്ളത് തന്നെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം പോയത് കോൺഗ്രസ് ആയതുകൊണ്ട് എന്ത് പറഞ്ഞിട്ട് വിമർശിച്ച് കളയാം, പരിഹസിച്ച് കളയാം എന്ന തരത്തിലേക്ക് നമ്മൾ തരം താഴുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താ പറയുക, സന്ദീപ് വാര്യർ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്ക് പോയി, കുടപ്പനക്കൽ തറവാട്ടിലേക്ക് പോയപ്പോ വല്ലാണ്ട് അങ്ങോട്ട് പൊള്ളിക്കളഞ്ഞു. ആർക്കൊക്കെ? എന്തിന്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ട് കേരളത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ നേതാവിനെ കാണാനോ പോകുന്നുണ്ട് എങ്കിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം ആ വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഒരു നല്ല രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ ഇടം ഇല്ല എങ്കിൽ അദ്ദേഹത്തോടൊപ്പം വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് മെസ്സേജാണ് പിന്നെ കൊടുക്കുക? അദ്ദേഹം കടന്നു വരുമ്പോ സ്നേഹസമ്പന്നമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ചിന്താധാരയിലേക്ക് കടന്നു വരാൻ മറ്റുള്ളവർക്കും പ്രചോദനമാകുകയുള്ളൂ. അതിന് ഘടകകക്ഷിയുടെ നേതാവിന്റെ വീട്ടിലേക്ക് പോയി കളഞ്ഞു. എന്തെല്ലാമാണോ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പി കളിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്താണ്? ആ രാജ്യത്ത് താമസിക്കുന്ന മനുഷ്യർ, അവർക്ക് മതമുണ്ടാവാം, ആശയമുണ്ടാവാം, ആദർശമുണ്ടാവാം, ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന, സൗഹാർദ്ദത്തോടുകൂടി കൊണ്ടുപോകുമ്പോഴാണ് ആ ഒരു രാജ്യത്തിന്റെ പുരോഗതി കൈവരിക്കാൻ കഴിയുക. അതല്ല എങ്കിൽ എന്താ സംഭവിക്കുക? വർഗീയതയും ഇത്തരത്തിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ, ആശയങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യർ തമ്മിൽ ഭിന്നിക്കുകയും പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്കും ഉണ്ടാകും. അപ്പൊ രാജ്യത്തിന്റെ ഗതി താഴോട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വെറുപ്പിന്റെ ആശയത്തിൽ നിന്ന് വന്ന എന്ന് പറയുന്ന, ഞാൻ വന്നു അത് വലിച്ചെറിഞ്ഞു, ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ വല്ലാത്ത അബദ്ധമായി പോയി എന്ന് പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ, പറയുന്നത് പോലെ അദ്ദേഹം കടന്നു വരുമ്പോൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നതിന് പകരമായിട്ട് അദ്ദേഹത്തെ ഇകഴ്ത്തുകയും ഇന്നലകളിൽ പറയപ്പെട്ട വിഷയം കോട്ടയത്ത് പറയുന്നതും ഒക്കെ പരിഹാസ്യമാണ്, പുച്ഛമാണ്, അപലപിക്കേണ്ടതാണ്. കഴിഞ്ഞ നാളുകളിൽ PDPയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദനി, അദ്ദേഹം പൊന്നാനിയിൽ ഒരു വേദി പങ്കിട്ടു ഇടതുപക്ഷവുമായിട്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നലകളിൽ പറഞ്ഞതൊക്കെ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്, ഇനിയൊരു പുതിയ ചിന്താധാരയിലൂടെ കടന്നുപോകാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷം അവരുമായി സഹകരിച്ച് വേദി പങ്കിട്ടു. സുധീഷ് മിന്നി
RSSന്റെ നേതാവായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? BJPയുടെ വലിയ നാവായിട്ട് ചാനലുകളിൽ ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം ആ രാഷ്ട്രീയം വലിച്ചെറിഞ്ഞു. അതോടെ കഴിഞ്ഞു. പിന്നെ അത് പഴയതെടുത്ത് കോട്ട ചെയ്ത് സംസാരിക്കുന്നത് ലജ്ജാകരമാണ്. ബൈ.